വിഴിഞ്ഞത്തുണ്ടാകുന്ന അപകടത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ടിപ്പർ ലോറികൾ തടയുകയാണ്. ഇന്നലെ ടിപ്പർ ലോറി തട്ടി ഒരു സ്കൂൾ ടീച്ചർക്കും കുട്ടിക്കും പരിക്കേറ്റിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുകൾ എത്തിക്കുന്ന ലോറികളാണ് തടഞ്ഞത്. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, വിഴിഞ്ഞത്ത് വീണ്ടും പ്രതിഷേധത്തിന്റെ സ്വരം അലയടിക്കുകയാണ്. ഇപ്പോൾ വിഷയം ഈ പോർട്ടിലേക്ക് കല്ല് കയറ്റി കൊണ്ടുപോകുന്ന ടിപ്പർ ലോറികൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ അമിത വേഗതയിൽ പോവുകയും അപകടമുണ്ടാക്കി വരുത്തുന്നതിലും പ്രതിഷേധിച്ചാണോ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിഷേധം? തുറമുഖത്തേക്ക് കല്ലുകൾ എത്തിക്കുന്ന ഈ ഒരു ടിപ്പർ ലോറികൾ കാരണം അവിടെ അപകടങ്ങൾ പതിവാണ്. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ഈ ഒരു അപകടം വീണ്ടും ഉണ്ടാകുന്നത്. സ്കൂളിലെ, അതായത് വെങ്ങാനൂർ സ്കൂളിലെ ടീച്ചറും അവരുടെ മകനെയും ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതേ ദിശയിൽ തന്നെ പിന്നാലെ നിന്നെത്തിയ ഈ ഒരു ടിപ്പർ ലോറി അവരെ ഇടിക്കുകയും ടീച്ചർ ബസ്സിൻ്റെ ഈ ലോറിയുടെ അടിയിലേക്ക് പോവുകയും ടീച്ചറിൻ്റെ കാലിൽ കൂടി ഈ ലോറി കയറി ഇറങ്ങി അവരുടെ കാല് നഷ്ടപ്പെടുകയും ചെയ്തു. ഭാഗ്യവശാൽ കൂടെ ഉണ്ടായിരുന്ന മകൻ 5 വയസ്സുകാരനായ റിയോ എന്ന് പറയുന്ന മകൻ എതിർ ദിശയിലേക്ക് തെറിച്ച് വീണത് കാരണം ആ മകൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തരത്തിൽ ഈ വിഴിഞ്ഞം മേഖലയിൽ കല്ലുകളുമായി ഹാർബറിലേക്ക് വരുന്ന ലോറികൾ കാരണം അവിടെ അപകടങ്ങൾ പതിവായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിലൊരു അപകടം നടക്കുകയും അവർക്ക് കാലിനും കൈക്കും ഉൾപ്പെടെ പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറിനെ സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. പക്ഷേ അവർക്ക് ആവശ്യം അതല്ല. ഇത്തരത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ എല്ലാ സമയത്തും വലിയ ടിപ്പർ ലോറികളാണ് ഈ കല്ലുമായി തുറമുഖത്തേക്ക് പായുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആ ഏരിയയിൽ പതിവാണ്. റോഡ് മുറിച്ച് കിടക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ടിപ്പർ ലോറികൾ മുമ്പേ അവിടെ ഇടിച്ചിരുന്നു. പക്ഷേ അതിനൊരു നിയന്ത്രണങ്ങൾ അവിടെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ ടിപ്പർ ലോറികൾ അവിടെ പായുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇനിയും ഈ മേഖലയിൽ ഒരു ടിപ്പർ ലോറി അപകടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തരത്തിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കൂ, സംരക്ഷിക്കൂ അധികാരികളെ, സംരക്ഷിക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, സംരക്ഷിക്കൂ.